ലോക റാങ്കിങ്ങിലെ 1-ാം സ്ഥാനക്കാരാണെങ്കിൽ പോലും അർജന്റീന ആദ്യ മത്സരത്തിൽ അൾജീരിയയോട് വിയർക്കും. അങ്ങനെ പല പ്രവചനങ്ങളും വന്നിരുന്നു. നിലവിൽ മിന്നും ഫോമിലുള്ള അൾജീരിയയെ തകർക്കുക മെസ്സിക്കും കൂട്ടർക്കും ഏറെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. മത്സരത്തിന് മുന്നേ വന്ന പ്രവചനങ്ങളാണിത്. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് സ്കലോണിയും വ്യക്തമാക്കി അൾജീരിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. വമ്പന്മാരായ നെതർലാൻഡിനെയും ഉറുഗ്വേയെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് അൾജീരിയയുടെ വരവ്. അർജന്റീനക്ക് പ്രയാസമായിരിക്കും. അതുപോലെ അവരുടെ ഗോൾ കീപ്പർ സാക്ഷാൽ സിനദിൻ സിദാന്റെ മകൻ ലുക്കാസ് സിദാനാണ്. മിന്നും ഫോമിലാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോൾ വല ചലിപ്പിക്കാനും അർജന്റീനക്കേറെ ബുദ്ധിമുട്ടാകും. എന്നാൽ മത്സരം തുടങ്ങി ആ പ്രവചനങ്ങൾക്ക് 17 മിനിറ്റിന്റെ ആയുസ് മാത്രമേ കൽപ്പിച്ചുള്ളൂ. സാക്ഷാൽ ലയണൽ മെസ്സിയുടെ ഇടങ്കാലിൽ നിന്ന് മഴവില്ലായുള്ള ഒരു വെടിയുണ്ട തന്നെയാണ് ബോക്സിൽ പതിച്ചത്. മത്സരത്തിൽ 3 ഗോളുകളാണ് ലയണൽ മെസ്സി ലുക്കാസ് സിദാന്റെ ബോക്സിലേക്ക് അടിച്ചു കയറ്റിയത്. എണ്ണം പറഞ്ഞ ഇടങ്കാല് കൊണ്ടുള്ള 3 വെടിയുണ്ടകൾ. ഈ മത്സരം കാണാൻ സാക്ഷാൽ ഇതിഹാസ താരം സിനദിൻ സിദാനും ഗാലറിയിലുണ്ടായിരുന്നു. തൻ്റെ മകൻ്റെ ബോക്സിലേക്ക് 3 ഗോളുകൾ ലിയോ മെസ്സി നേടുന്നത് ഏറെ നിരാശാജനകമായിട്ടേ ആ പിതാവിന് കണ്ടിരിക്കാനാകൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നതും നമുക്ക് കാണാമായിരുന്നു. മെസ്സിയുടെ 3 ഗോളിന് ശേഷം അദ്ദേഹത്തെ കാണിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഡിസപ്പോയിൻ്റ് ആയിക്കൊണ്ടാണ് നിൽക്കുന്നത്. കാരണം തൻ്റെ മകൻ്റെ പോസ്റ്റിലേക്കാണ് ലിയോ എന്ന ഇതിഹാസം 3 ഗോളുമായി ഹാട്രിക് നിറച്ചത്. ലിയണൽ മെസ്സിയുടെ ഹാട്രിക് കണ്ട് ഫുട്ബോൾ ലോകം ആഘോഷിക്കുമ്പോൾ അൾജീരിയക്ക് പുറമെ സിനദിൻ സിദാനും നിരാശയായിരുന്നു ഫലം. തൻ്റെ മകൻ്റെ മിന്നും പ്രകടനം കാണാനാണ് ആ അച്ഛൻ അവിടെ എത്തിയത്. എന്നാൽ തൻ്റെ അച്ഛൻ്റെ മുന്നിൽ മിന്നും പ്രകടനം നടത്താൻ ലുക്കാസ് സിദാന് സാധിച്ചില്ല. അതിന് കാരണക്കാരൻ ലിയോ മെസ്സിയാണ്. മെസ്സിയുടെ അഴിഞ്ഞാട്ടത്തിൻ്റെ മുന്നിൽ അവനൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. വേൾഡ് കപ്പിലെ ലേറ്റസ്റ്റ് വാർത്തകൾ പെട്ടെന്നറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.